സോ വാട്ട്സ് ഗോയിങ് ഓൺ? നമ്മൾ ഒരു ബുൾ മാർക്കറ്റിലേക്ക് പോവുകയാണോ, അതോ അടുത്തൊരു ലെഗും കൂടെ താഴോട്ട് പോകാനുള്ള ചാൻസസ് ആണോ ഈ കാണുന്നത്? നമ്മൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഗൈസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ട്രെൻഡ് റാലിയാണ്. അല്ലെങ്കിൽ വേറെ അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലീഫ് റാലി എന്ന് പറയാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അത് ഏത് തരം റാലി, അത് എന്താണ് റിലീഫ് റാലി എന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഈ പേര് പോലെ തന്നെ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷവും, അല്ലെങ്കിൽ ഓക്കെ പ്രൈസ് കയറാൻ തുടങ്ങിയല്ലോ, ഓക്കെ ഇനി കയറുമായിരിക്കും എന്നുള്ളൊക്കെ ഒരു ഇമോഷൻ, ഒരു മിക്സഡ് ഇമോഷൻസ് തരുന്ന ഒരു പാറ്റേണാണ് ഈ റിവേഴ്സ് അല്ലെങ്കിൽ ഒരു റിലീഫ് റാലി എന്ന് പറയുന്നത്. ഇപ്പോൾ റിലീഫ് റാലി എന്തുകൊണ്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേജർ റാലി മെയിൻ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ ഡൗൺ ട്രെൻഡാണ്, ഒരു മേജർ ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ മേജർ ബിയർ മാർക്കറ്റാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു റിലീഫായിട്ട് തിരിച്ചൊരു റാലി കിട്ടും, അത് ശക്തമായിട്ട് മേപ്പോട്ട്. ഇതിനെയാണ് ഒരു റിലീഫ് റാലി എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കൗണ്ടർ ട്രെൻഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ പക്ഷേ ഇതിൻ്റെ പാറ്റേൺ നോക്കുമ്പോൾ, അല്ലെങ്കിൽ മൊത്തത്തിൽ സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇറ്റ്സ് ഗോയിങ് ഡൗൺ. ഈ താഴോട്ട് പോകുന്ന സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റോക്കും താഴെ പോകത്തില്ല, അതായത് എന്തെങ്കിലും കൊളാപ്സ് വരുമ്പോൾ. പക്ഷേ ഇത് ഒരു കൺട്രോൾഡ് ബിയർ മാർക്കറ്റിൽ എപ്പോഴും ഒരു പുൾ ബാക്ക് അല്ല, ഒരു കൗണ്ടർ ട്രെൻഡ് റാലി എപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ ഒക്കും. ഇതിനെയാണ് നമ്മൾ കൗണ്ടർ ട്രെൻഡ് റാലി എന്ന് പറയുന്നത്. കൗണ്ടർ ട്രെൻഡ് റാലി ബിറ്റ്കോയിൻ്റെ പ്രൈസ് താഴോട്ട് വരും, അല്ലെങ്കിൽ ഏതിൻ്റെ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് താഴോട്ട് വരും, എന്നിട്ട് തിരിച്ച് ചെറുതായിട്ട് റിക്കവർ ചെയ്യുന്ന പോലെ വരും, എന്നിട്ട് ബൂം തിരിച്ച് താഴോട്ട് പോകും, വീണ്ടും റിക്കവർ ചെയ്യുന്ന പോലെ വരും, വീണ്ടും താഴോട്ട് പോകും. അപ്പോൾ ഈ റിലീഫ് റാലി എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ തിരിച്ചു പോകുന്ന ആ റിലീഫ് തരുന്ന ആ റാലി ഭയങ്കര പവർഫുള്ളായിരിക്കും. അത് ശക്തമായിട്ടായിരിക്കും കയറുന്നത്, അത് ശക്തമായിട്ട് കയറും. അപ്പം ഇതൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അത് ശക്തമായി തിരിച്ച് പ്രൈസ് കയറുന്ന പോലെ തോന്നും. തെറ്റിദ്ധരിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൗൺ ട്രെൻഡ് തീർന്നു, അപ്പ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തേക്കാം. അതിനെ സ്ഥിരീകരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്കതിലേക്കും കൂടെ പോകാം. അപ്പോൾ ഞാനിന്ന് പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ച് പോകുന്നത് ഈ കാണുന്ന റെസിസ്റ്റൻസ് സോണിലേക്കാണ് നമ്മൾ ഈ പ്രൈസ് കയറുന്നത്. അത് ഈ പ്രൈസ് കയറാൻ വേണ്ടി പോകുന്നത് റെസിസ്റ്റൻസ് സോണാണ്. നമ്മൾ ഈ കാണുന്ന ഈ ബ്ലൂ ബാൻഡ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആണ്. അതെപ്പോഴും പ്രൈസിനെ തടഞ്ഞു നിർത്തും. അവിടം വരെ ആ റെസിസ്റ്റൻസിലേക്ക് പോയിട്ട് പ്രൈസ് വീണ്ടും തിരിച്ച് താഴ്ത്തു വരും. അപ്പോൾ റെസിസ്റ്റൻസ് സോണായിട്ട് അതിനെ നമുക്ക് കാണാൻ ഒക്കും. അപ്പോൾ ആ റെസിസ്റ്റൻസ് സോണിലേക്ക് ഈ പ്രൈസ് പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എപ്പോൾ നമുക്ക് മനസ്സിലാക്കാനൊക്കും ഇത് ബിയർ മാർക്കറ്റ് മാറി, അല്ലെങ്കിൽ ഇതായിരുന്നു ബോട്ടം എന്ന് നമുക്കെപ്പോൾ മനസ്സിലാക്കാനൊക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനൊക്കും. അതിൽ ഒരു രീതിയാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. എപ്പോൾ നമുക്ക് ബിയർ മാർക്കറ്റ് തീർന്നു, അല്ല ഇതായിരുന്നു ബോട്ടം എന്ന് നമുക്കെപ്പോൾ മനസ്സിലാക്കാനൊക്കും എന്നുള്ളത്. നമ്മളതിന് ചെയ്യേണ്ടത്, ഇതിപ്പോൾ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ട് മാറ്റിയിട്ട് നമുക്ക് നേരെ മന്ത്ലിയിലേക്ക് പോകാം. മന്ത്ലി ചാർട്ട് ഇപ്പോൾ ഓരോ ക്യാൻഡിലും ഓരോ മന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മാസത്തെ ആണ് ഈ ഒരു ക്യാൻഡിൽ, ഏപ്രിൽ മാസത്തെയാണ്. നിങ്ങൾക്ക് ഈ താഴെ ഇവിടെ നോക്കിയാൽ കാണാനൊക്കും. ഞാൻ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ഓരോ ക്യാൻഡിലും ക്ലിക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഓരോ ക്യാൻഡിലൂടെ പുറത്തൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനൊക്കും ഏത് മാസമാണെന്നുള്ളത്. കഴിഞ്ഞ മാസം മാർച്ചിലെ ക്യാൻഡിലാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ഏപ്രിൽ. എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ ഒക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മാസത്തെ ക്യാൻഡിൽ, അതായത് നമ്മൾ ഈ അവസാനം കാണുന്ന ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞ മാസത്തെ ഈ മാർച്ച് മാസത്തിലെ ക്യാൻഡിലിനേക്കാൾ മുകളിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നും കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ മാസം ബിറ്റ്കോയിൻ മാക്സിമം പോയത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാനൊക്കും. ഇതാണ് ഹൈ, അതാണ് മാക്സിമം കാണിക്കുന്ന ഏരിയയാണിത്. അപ്പോൾ ഈ ഒരു മൗസ് പോയിൻ്റർ ഞാനിവിടെ കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാനൊക്കും H76,000 76,008 76008 അവിടെ വരെയാണ് ഇത് മാക്സിമം മാർച്ച് മാസത്തിൽ ബിറ്റ്കോയിൻ്റെ പ്രൈസ് പോയേക്കുന്നത്. ഈ മാസം ഏപ്രിലിൽ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ, ഏപ്രിൽ 30 31 ഏതാണെന്ന് എനിക്കറിയത്തില്ല, ലാസ്റ്റ് ഡേ ഏപ്രിൽ ക്ലോസ് ചെയ്യുമ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ഈ 76,000 മുകളിൽ നിൽക്കണം ക്ലോസ് ചെയ്യുമ്പോൾ. അതായത് നമ്മുടെ ക്യാൻഡിൽ ഇപ്പോൾ നിൽക്കുന്ന ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നമ്മുടെ മാർച്ചിലെ ക്യാൻഡിലിൻ്റെ മാർച്ചിലെ ക്യാൻഡിൽ കണ്ടല്ലേ, അതേപോലെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ മാർച്ചിലെ ക്യാൻഡിൽ ഇങ്ങനെയാണ്. ഏപ്രിലിൽ ഇതേപോലെ ഈ മാർച്ചിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ക്ലോസ് ചെയ്യണം. ഇതേപോലെ അല്ലെങ്കിൽ മുകളിലോട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ നമുക്ക് പറയാം ദിസ് വാസ് ദ ബോട്ടം, അതായത്
60,000 ആയിരുന്നു ബിറ്റ്കോയിൻ്റെ ബോട്ടം എന്നുള്ളത്. ഇനി ഏപ്രിലത് മാസം ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് താഴെ, അതായത് മാർച്ച് മാസത്തിന് താഴെയായിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗുഡ്. അത് നമുക്ക് കൺഫേം ചെയ്യാൻ ഒക്കത്തില്ല. നോട്ട്സ് ഗുഡ് എന്നല്ല, അത് ബിയർ മാർക്കറ്റിൻ്റെ ബോട്ടം ആണെന്ന് നമുക്ക് കൺഫർമേഷൻ പറയാൻ ഒക്കത്തില്ല. പക്ഷേ ഈ ഒരു ക്യാൻഡലിൻ്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്യണം. അതായത് 76,000 സപ്പോർട്ട് എടുത്ത് ബിറ്റ്കോയിൻ ഈ മാസം ക്ലോസ് ചെയ്യണം. അല്ലെങ്കിൽ 77,000 ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ 78,000. അതല്ല ബിറ്റ്കോയിൻ ക്ലോസ് ചെയ്യുന്നത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ബിയർ മാർക്കറ്റിനെ ബുൾ മാർക്കറ്റിനെ കൺഫേം ചെയ്യാൻ ഒക്കത്തില്ല. ഉള്ള കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എബോവ് ക്ലോസ് ചെയ്യുക. അതാണ് നമുക്ക് ഏക കൺഫർമേഷൻ ഉള്ളത്. അത് എന്തുകൊണ്ട് ഞാനത് പറയുന്നു എന്നുള്ളതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഇതിനെയാണ് കളർ ചേഞ്ച് എന്ന് പറയുന്നത്. കളർ ചേഞ്ച് മെത്തേഡ് എന്ന് ട്രേഡിങ്ങിൽ വിളിക്കുന്നത്. അതെല്ലാവരും വിളിക്കുന്നില്ല. ഞങ്ങളുടെ ട്രേഡിങ്ങിൻ്റെ പാറ്റേൺ ഇപ്പം ഞാൻ പഠിച്ച അനുസരിച്ച് ഞാൻ പറയുന്നതാണ് ഈ കളർ ചേഞ്ച് എന്ന് എന്നെ വിളിക്കും. എന്തുകൊണ്ട് അത് ഒരു ബോട്ടം നമുക്ക് സ്ഥിരീകരിക്കാൻ ഒക്കും എന്ന് ഉള്ളതിൻ്റെയാണ് നമ്മളിത് ആദ്യം മുതൽ നമുക്ക് നോക്കാം. 2011 ബോട്ടം. ഇത് ബുൾ മാർക്കറ്റ് ആവുന്നു, ഇത് ബിയർ മാർക്കറ്റിലേക്ക് കയറുന്നു. ബിയർ മാർക്കറ്റിൽ വന്നിട്ട് ഇത് ഒരു നവംബർ മാസമാണ് 2011. ഈ 2011 നവംബർ കഴിഞ്ഞ് ഡിസംബർ ക്ലോസ് ചെയ്യുന്നത് ഈ നവംബർ മാസത്തിൻ്റെ ഹയസ്റ്റിനേക്കാളും മുകളിലാണ്. ഇവിടാണ് മുകളിൽ ക്ലോസ് ചെയ്യുന്നു. ഇവിടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ഹൈയിൽ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഇത് ബോട്ടമായി പിന്നീട് റാലി തുടങ്ങി. അതൊന്ന്. 2015 ബോട്ടം. ഇത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ഏത് ബാറാണ്? ഇപ്പം ഇത് നോക്കിയേ. ഇതാണ് നമ്മുടെ, നിങ്ങൾക്കറിയാം ഈ ഗ്രീൻ ബാറിനെ ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് സാധാരണ നിങ്ങൾ ചാർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് റെഡ് ബാറായിട്ടാണ് കാണുന്നത്. ഞാനിവിടെ റെഡിന് പകരം ഗ്രീനിന് പകരം ഓറഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ബാറിനെ നമുക്കിവിടെ ഒരു ഗ്രീൻ ബാർ കിട്ടി, പിന്നെ ഇവിടെ റെഡ് ബാർ കിട്ടി, പിന്നെ അടുത്തൊരു ഗ്രീൻ ബാർ കിട്ടി, ഗ്രീന്. ഈ ഗ്രീൻ വന്നപ്പോഴാണ് ഈ ഒരു ഗ്രീനെ കവറപ്പ് ചെയ്തുകൊണ്ട് ഒരു ഓറഞ്ച് ബാർ വരുന്നു. അത് ക്ലോസ് ചെയ്യുന്നത് ഇതിന് മുകളിലായിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ഒന്നും ഒരു ഗ്രീൻ ബാറിൻ്റെ മുകളിൽ ഓറഞ്ച് ബാർ ക്ലോസ് ചെയ്തിട്ടില്ല. എങ്ങും ക്ലോസ് ചെയ്തിട്ടില്ല. ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇതൊരു ബുൾ മാർക്കറ്റാണ്. പക്ഷേ ബിയർ മാർക്കറ്റിൽ വരുമ്പോൾ, താഴോട്ട് ബിയർ മാർക്കറ്റിൽ വരുമ്പോൾ ഒന്നും ക്ലോസ് ചെയ്യുന്നില്ല. ആദ്യമായിട്ട് സംഭവിക്കുന്നത് ഇവിടാണ് ക്ലോസ് ചെയ്യുന്നത്, എബോ. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുന്ന പോലെ ഇതാണ് ബിയർ മാർക്കറ്റിൻ്റെ ബോട്ടം എന്ന് ഇതാണ് ബിയർ മാർക്കറ്റിൻ്റെ ബോട്ടം. കാരണം എന്ത് പറ്റി? ഇവിടെ ഈ മാസം ഇങ്ങനെ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി ഇതാണ് ബോട്ടം എന്നുള്ള കാര്യം. പക്ഷേ ഇവിടെ നമുക്കൊരു ഓഗസ്റ്റിൽ വന്നിട്ട് ഒരു സഡനായിട്ട് പ്രീവിയസ് ബോട്ടം എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഒരു ബുൾ ട്രാപ്പ് പോലെ വന്നിട്ട് തിരിച്ചു കയറുന്നു. ഇത് നമ്മൾ സംഭവിക്കുന്ന ഓഗസ്റ്റിലാണ്, 2015 ഓഗസ്റ്റിൽ. നമുക്ക് ഡേ ചാർട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് സംഭവിച്ചെന്ന് നമുക്ക് കാണാനൊക്കും. ഡേ ചാർട്ടിലേക്ക് പോകുമ്പോൾ ഓഗസ്റ്റ് 2015 ഇതാണ് അന്ന് സംഭവിച്ച കാര്യത്തിലേക്ക് നമ്മളൊന്ന് സൂമിൻ ചെയ്യുവാണ്. അന്ന് സംഭവിച്ചത് ഇത് ഓരോ ക്യാൻഡിലും ഡേ ആണ്, ഓരോ ഡേ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മൾ ബോട്ടം എന്ന് കരുതിയിരുന്നത്. പക്ഷേ വീണ്ടും അവിടെ ആ സ്ഥലത്തിലേക്ക് വീണ്ടും വന്നിട്ട് അടുത്ത ദിവസം ഓൾമോസ്റ്റ് റിക്കവർ ചെയ്തു പോകുന്നുണ്ടോ. അന്ന് വന്നതിന് ശേഷം അത് പ്രീവിയസ് ലോയിലേക്ക് അവിടം വരെ എത്തിയിട്ട് അത് ശക്തമായിട്ട് തിരിച്ച് കയറി പോയിട്ട് പിന്നീട് സംഭവിച്ചത് എന്താണ്? അടുത്ത ബുൾ മാർക്കറ്റിലേക്ക് അത് സ്റ്റാർട്ട് ചെയ്ത് ബിറ്റ്കോയിൻ്റെ ഹിസ്റ്ററിയിൽ അത് ഒരു വട്ടം സംഭവിച്ചിട്ടുള്ളൂ. അത് എന്താ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുൾ ട്രാപ്പ് എന്ന് പറയും. ബുൾ ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലെറ്റ് മീ ടേക്ക് മന്ത്ലി ചാർട്ട്. ഓക്കെ, ബുൾ ട്രാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ട്രേഡേഴ്സിന് മനസ്സിലാവും, ഈ ഒരു മന്ത്ലി ക്യാൻഡിൽ കാണുമ്പോൾ മനസ്സിലാവും ഇത് ഏകദേശം ബോട്ടമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഇതിൻ്റെ താഴെയായിരിക്കും. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് അവർ ഹ്യൂജ് ആയിട്ടുള്ള ഫണ്ട് വെച്ചിട്ട് അവർ ലെവറേജ് എടുത്തിട്ട് നിൽക്കുമായിരിക്കും. കാരണം ബുൾ മാർക്കറ്റ് സ്റ്റാർട്ടായി. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ലെവറേജിനെയൊക്കെ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ബുൾ ട്രാപ്പ് പോലെ, ബുൾ ട്രാപ്പ് എന്നാണ് പറയാനുള്ളത്, അത് വന്നിട്ട് ആ ലെവറേജ് എല്ലാം ക്ലോസ് ചെയ്തിട്ട് തിരിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. അത് സംടൈംസ് ഇറ്റ് ഹാപ്പൻ. അതേപോലെ തന്നെ അടുത്തത് 2019 ബിയർ മാർക്കറ്റ് തീർന്നു. ഇവിടെ കുറച്ചും കൂടെ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലാസ്റ്റത്തെ ഗ്രീൻ ബാർ കിട്ടുന്നു. ഇവിടെ അതിൻ്റെ ഹൈ ഇവിടാണ്. ഇതിൻ്റെ ഹൈ ഈ മാസം അടുത്ത മാസം ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അതിന് മുകളിൽ പോയെങ്കിലും തിരിച്ചു വന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. അത് വാലിഡ് അല്ല. അടുത്ത മാസം വരുന്നു. ഈ പറയുന്ന ഗ്രീൻ ബാറിൻ്റെ മുകളിലേക്ക് പോകാൻ ഒക്കുന്നില്ല. ഓൾമോസ്റ്റ് എത്തുന്നു, പക്ഷേ മുകളിലോട്ട് പോകുന്നില്ല. അത് തൊട്ട് താഴെയായിട്ട് നിൽക്കുന്നു. ഈ ബാർ ഇതിന് മുകളിലായിട്ട്
ഓപ്പൺ ചെയ്യുകയും അത് ക്ലോസ് ചെയ്യുന്നത് ഫാർ എബോവ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നു. ഈ ബാർ നമുക്ക് കൺഫർമേഷൻ തരുന്നു ദിസ് വാസ് ദ ബോട്ടം. ഇപ്പോൾ മനസ്സിലാകുന്നു. നമ്മളെപ്പോഴും ഈ ഒരു ഗ്രീൻ ബാറിനെ നോക്കാം. ചില ആളുകൾ ചെയ്യുന്നത് ഈ ഗ്രീൻ ബാർ വന്നു കഴിഞ്ഞിട്ട് ഈ ബാർ വരുന്ന ഇതിൻ്റെ ടോപ്പ് പോവുകയാണെന്നുണ്ടെങ്കിലും കൺസിഡർ ചെയ്യും. എനിക്കിഷ്ടം എപ്പോഴും ആ ഒരു ലാസ്റ്റിൽ വരുന്ന ആ ഗ്രീൻ ബാറിനെ ആണ് എനിക്കിഷ്ടം നോക്കാൻ. അത് ഏത് ബാർ ആണോ അത് അടുത്ത് നെക്സ്റ്റ് വരുന്ന ബാർ ഈ ടോപ്പ് ക്ലിയർ ചെയ്യുക മാത്രമല്ല ക്ലോസ് ചെയ്യുന്നത് എബോവ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത്തെ ബാർ ചെയ്യാം, ഇവിടെ മൂന്നാമത്തെ ബാറാണ് ഇത് ചെയ്യുന്നത്, എബോവ് ക്ലോസ് ചെയ്യുന്നത്. അപ്പം ഇത് ബോട്ടമായിട്ട് സങ്കല്പിക്കാം. അടുത്തത് നമ്മുടെ അവസാനത്തെ ലാസ്റ്റത്തെ നമ്മുടെ ബിയർ മാർക്കറ്റ്. അതിവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിവിടെ നോക്കുമ്പോൾ ഈ ബാർ വരുന്നു, ഇതിന് എബോവ് പോകുന്നില്ല, അടുത്ത ഗ്രീൻ ബാർ വരുന്നു, ഈ ഗ്രീൻ ബാർ വന്നതിന് ശേഷം ഈ ഗ്രീൻ ബാറിൻ്റെ എബോവ് ക്ലോസ് ചെയ്യുന്നു, ഫാർ എബോവ് ക്ലോസ് ചെയ്യുന്നു. സോ ദിസ് ഇസ് ബോട്ടം. അത് കഴിഞ്ഞ് എന്ത് പറ്റുന്നു? റാലി. എപ്പോഴും ആഫ്റ്റർ ദാറ്റ് ദ റാലി വിൽ സ്റ്റാർട്ട്. ഇവിടെ ആഫ്റ്റർ ദാറ്റ് റാലി സ്റ്റാർട്ട്. റാലി മീൻസ് നെക്സ്റ്റ് ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബുൾ ട്രാപ്പിലേക്ക് വന്നിട്ട് പിന്നെ എന്ത് പറ്റും? കാണുന്നത് ഒരു റാലി. സോ ഇപ്പോൾ നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് നോക്കാൻ ഇഷ്ടം ഈ ഗ്രീൻ ബാറിൻ്റെ എബോവ് പോകുമ്പോഴാണ്. അതായത് 79,369. ഈ ഒരു 79,369 എന്നൊരു സംഖ്യയാണ് നമ്മുടെ ക്ലബ്ബിലെ മെമ്പേഴ്സിനോട് ഞാൻ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ അതെടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ സിമ്പിളായിട്ടുള്ള വെർഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലും എടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം. പക്ഷേ ഇത് എങ്ങനെ വരയ്ക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻഡിൽ എടുക്കാനുള്ള പ്രത്യേക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ടെക്നിക്ക് അനാലിസിസ് ആണ്. ഓക്കെ, ഇതൊരു സമയത്ത് ഈ ഒരു ബാറ് ഒരു സമയത്ത് ഇത് ഇങ്ങനെ ഇരുന്നതാണ് അല്ലേ, ഇങ്ങനെ ഇരുന്നതാണ് ഇവിടെ ഇത്രയും വരെ പോയതാണ്. എന്നിട്ട് അത് ആ പ്രൈസ് താഴോട്ട് ഇറങ്ങി വന്നു അല്ലേ. അതിനർത്ഥം ഇവിടെ ഒരു ലൈൻ വരച്ചേക്കാം. ഇത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാർ ഈ മാസം ക്ലോസ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ സെപ്പറേറ്റ് വരച്ചിരുന്നെങ്കിൽ ഇതാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ കാണുന്നത്. ഇതിപ്പോൾ ഒറ്റ ബാറിൽ സംഭവിച്ചു. അതായത് ആ മാസം പ്രൈസ് ഇവിടെ വരെ കയറി, അത് കഴിഞ്ഞിട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. അത് രണ്ട് ക്യാൻഡിലായിട്ട് ഞാൻ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് കണ്ടോ, ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ഹിഡനായിട്ട് കാണുന്നില്ല. ആ ഒരു ഗ്രീൻ കളറൂടെ അതിന് വരെ ലൈനാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു കളർ ഞാനിവിടെ കൊടുക്കുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രീനിൻ്റെ മുകളിലായിട്ട് ഈ പ്രൈസ് കയറുമ്പോൾ ഇവിടെ കയറുമ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചാണ് ഞാൻ പറയുന്നത്. ഈ ഒരു 76 മുകളിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബുൾ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വിശ്വസിക്കാൻ നോക്കും. പക്ഷേ എനിക്കിഷ്ടം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്രീൻ ബാറിൻ്റെ മുകളിൽ ഈ മാസത്തിൽ ക്ലോസ് ചെയ്യുകയോ അല്ലെങ്കിൽ മുകളിലോ അല്ലെങ്കിൽ സെയിം പ്രൈസിലോ ക്ലോസ് ചെയ്യാൻ ഒക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ് സൈൻ. 76 ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ഗെറ്റ് മൈ അറ്റൻഷൻ. 76,000 ഓഫ് കോഴ്സ് വിൽ ഗെറ്റ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു വലിയൊരു ഹിഡനായിട്ടുള്ളൊരു ഈ ഒരു ടെയിൽ എന്ന് പറയുന്നത് ഇത് ഹിഡനായിട്ടുള്ള ഒരു സോൾഡ് ആയിട്ടുള്ളൊരു ഗ്രീൻ ബാറാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിന് മുകളിലോട്ട് ഇത് പോവുകയാണെങ്കിൽ ഇറ്റ്സ് ഗുഡ്. ഇവിടെ നമുക്ക് അത്രയും സോൾഡ് ആയിട്ടുള്ള ബാറുകൾ ഇവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാനൊരു ഈ ഒരു ബാറിനെ കൺസിഡർ ചെയ്യാനുള്ള കാര്യം. കുറച്ചും കൂടെ കുറേ എക്സെപ്ഷൻസ് കേസുകളുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് ഡീപ്പായിട്ട് സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. കാരണം ഈ ഒരു ബാർ ഞാൻ നേരത്തെ എപ്പോഴും പറഞ്ഞു, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, ഗ്രീൻ ബാറാണ് എപ്പോഴും എടുക്കുന്നത്. ഗ്രീൻ ബാറിൻ്റെ ഏത് ബാറാണോ, ഓറഞ്ച് ബാറിൽ എത്രാമത് വരുന്ന ബാറാണോ ഈ ഗ്രീൻ ബാറിൻ്റെ എബോവ് ക്ലോസ് ചെയ്യുന്നത് അവിടെ മുതലാണ് നമ്മൾ കൺഫേം ചെയ്യുന്നത് പറഞ്ഞു. ദാറ്റ്സ് എ വെരി ഗുഡ് വേ വി നീഡ് ടു അനലൈസ് ഇറ്റ്. പക്ഷേ ഈ ഒരു കേസ് കെട്ടിൽ ഈ പറയുന്ന ലൈൻ, ഈ പറയുന്ന ടെയിൽ എന്ന് പറയുന്നത് ഹ്യൂജാണ് കമ്പയർ ടു ദിസ് ബോഡി. ഇതിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്, ഇതിനെയാണ് ബോഡി, ഇത് ടെയിൽ. ഈ ടെയിൽ ഹ്യൂജാണ്. അതുകൊണ്ടാണ് ഈ ഒരു ബാറിനെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ദ ബെസ്റ്റ് വൺ ദിസ് വൺ. ഈ ലെഫ്റ്റിൽ കാണുന്ന കളറ് ഏത് ബാറിലാണോ, ഇപ്പോൾ ഉദാഹരണം ഈ ബാർ നമ്മളിങ്ങനെ തന്നെ ക്ലോസ് ചെയ്യുന്നു. അടുത്ത മാസം ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത മാസം ബാർ ഇവിടെ വരുന്നു, എനിക്കിതിൻ്റെ വീതി കുറയ്ക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ അടുത്ത മാസം ഈ മാസം ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു, അടുത്ത മാസം ഈ ബാർ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു. മെയ് മാസത്തെ ബാർ ഇങ്ങനെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഗ്രീൻ ബാറിൻ്റെ മുകളിലായിട്ട് ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദിസ് ഇസ് ദ ബോട്ടം. മനസ്സിലാവുന്നുണ്ടോ? ആ രീതിയിൽ നമുക്ക് മന്ത്ലി വെച്ചിട്ട് നമുക്കിത് അറിയാൻ ഒക്കും.
അപ്പോൾ ഈ മാസം 76 സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ്, അല്ലെങ്കിൽ 76 മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചാൻസാണ്. ഇത് ബോട്ടമാണ്. നിങ്ങൾക്ക് ഇത് കണ്ടോ, ഇന്നത്തെ ഞാൻ ഈ വരച്ചേക്കുന്ന ഏകദേശം ഞാൻ ഈ ഒരു ഇത് വെച്ചേക്കാം ഇങ്ങോട്ട്. ഓക്കെ, ഇതാണ് കഴിഞ്ഞ മാസത്തെ ഹൈ എന്ന് പറയുന്നത്. ഏകദേശം 76,008 ഇതാണ് എക്സാക്റ്റ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചെന്ന് കണ്ടോ, ആ എക്സാക്റ്റ് പോയിന്റ് വന്നപ്പോൾ റെസിസ്റ്റൻസ് വന്ന് താഴ്ത്ത് വരുന്നു. കണ്ടോ, നമുക്ക് ഈ 76,000 അല്ലെങ്കിൽ 76,000 മുകളിലോ നമ്മൾ ഈ മാസം ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതൊരു ബോട്ടമായിരുന്നു സങ്കല്പിക്കാൻ ഒക്കൂ. വേറെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഈ ഗ്രീൻ ബാറിന് മുകളിൽ ഏത് മാസമാണോ ക്ലോസ് ചെയ്യുന്നത് അതാണ് ദ ബെസ്റ്റ് വൺ ടു ചൂസ്. ഇനി എന്ത് സംഭവിച്ചേക്കാം അടുത്തത്? ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ 76,000 വരെ കയറുന്നു, എന്നിട്ട് മാസാവസാനം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഈ പറയുന്ന പോലെ പെട്ടെന്ന് പറയുവാണ് അടുത്ത വാർ വീണ്ടും തുടങ്ങി, അത് ശക്തമായിട്ട് തുടങ്ങുമെന്ന് പറയുമ്പോൾ എന്ത് വരും, ചിലപ്പോൾ ഇവിടം വരെ കയറിയിട്ട് തിരിച്ചു പോയേക്കാം. തിരിച്ചു പോയി ഈ 200 മൂവിങ് അവറിൻ്റെ താഴെ എത്തിയേക്കാം. ദാറ്റ്സ് എ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, കാരണം അത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. 200 മൂവിങ് ആവറേജിൻ്റെ അടുത്തായിട്ടും അതിൻ്റെ താഴെയായിട്ടും എപ്പോഴും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. 4 കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമേ അത് വരത്തുള്ളൂ. പ്രത്യേകിച്ച് ആ 200 മൂവിങ് അവറിന് താഴെ വരുന്ന പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് കിട്ടാറില്ല. ഹിസ്റ്ററി അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാണിച്ചു തരാം. ഇത് ബിറ്റ്കോയിൻ്റെ ഫുള്ള് ചരിത്രമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം 200 മൂവിങ് അവറിൻ്റെ താഴെയായിട്ട് പ്രൈസ് വരുന്നു, ഇവിടെ 200 മൂവിങ് അവറിൻ്റെ അടുത്തായിട്ട് വരുന്നു, ഇവിടെ 200 മൂവിങ് അവറിൻ്റെ താഴെയായിട്ട് വരുന്നു, ഇവിടെ നമുക്ക് അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ച് 200 റേഞ്ച് ഇവിടെ കിട്ടി ഓപ്പർച്യൂണിറ്റി. ഇവിടെ എത്രയാണ്? 3000 റേഞ്ച്. അതിന് ഒരിക്കലും പിന്നീട് ബിറ്റ്കോയിൻ 200 പോയിട്ടില്ല, 3000 വന്നിട്ടില്ല. ഈ റേഞ്ച് എന്ന് പറയുന്നത് 15,000. 15, 3, 200. ഈ 15ലേക്ക് പിന്നീട് ഇനി വരത്തില്ല. അടുത്ത റേഞ്ച് എന്ന് പറയുന്നത് 50 ആ റേഞ്ചാണ്. 50-ന് താഴെ ആ റേഞ്ചാണ്. 50K റേഞ്ച് അല്ലെങ്കിൽ അതിൻ്റെ താഴെ. അത് കഴിഞ്ഞ് പിന്നീട് അത് വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് 200 നഷ്ടപ്പെട്ടു. ഞാൻ ആ സമയത്തില്ലായിരുന്നു. 3K നഷ്ടപ്പെട്ടു. 15K ഓഫ് കോഴ്സ് ഐ വാസ് ദെയർ. അടുത്തത് 50K ആണ്. ഡോണ്ട് മിസ് ഇറ്റ്. ദിസ് 200 മൂവിങ് അവറിൻ്റെ അടുത്ത് പ്രൈസ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് ദാറ്റ് പ്രൈസ്. ഓക്കെ, സോ ഗൈസ്, ടേക്ക് കെയർ. ബൈ ബൈ.